ഹായ് ഗൈസ്, ഇന്നിതാ നമ്മുടെ ജിമ്മിൽ ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ. ഇവിടെ പൊതുവേ ലേഡീസ് കുറവായതുകൊണ്ട് തന്നെ കളം വരക്കൽ തുടങ്ങി പൂവിടുന്നത് വരെയുള്ള എല്ലാ പരിപാടീസും നമ്മുടെ ചേട്ടന്മാരാണ് നോക്കിയത്. അവർ പക്ഷേ ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് നേരത്തെ പറഞ്ഞെന്നൊക്കെ പ്രവീൺ ചേട്ടൻ പറഞ്ഞെങ്കിലും ഞാൻ റെഡി ആയി വന്നപ്പോഴത്തേക്കും കളമിടൽ പകുതിയായി. പിന്നെ ഞാനൊന്നും നോക്കില്ല, വിളക്കെങ്കിൽ വിളക്ക് അതങ്ങ് കത്തിച്ചേക്കാന്ന് വെച്ച് അതങ്ങ് നല്ല ഭംഗിയായി ചെയ്തു ഗൈസ്. അത്രയും നേരം എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ദിനമോള് പെട്ടെന്ന് ആളുടെ കൂട്ടുകാരനെ കണ്ടപ്പോഴത്തേക്കും നൈസായിട്ട് എസ്കേപ്പ് ആയി. എല്ലാവരും പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സാർ എത്തി. സാർ വന്നതോടുകൂടി പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ പിന്നെ ഒരുപാട് പേര് വളരെ കലാപരമായി പിന്നിലായതുകൊണ്ട് മുമ്പിലായതുകൊണ്ട് പ്രോഗ്രാമിന്റെ ലിസ്റ്റുകളുടെ എണ്ണം കൂടി വന്നിരുന്നു. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്രോഗ്രാംസ് ഒന്നല്ല അവിടെ നടന്നത്. വേറെ ഏതൊക്കെയോ പ്രോഗ്രാംസ് ആയിരുന്നു മൊത്തം. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഓളത്തിൽ അങ്ങ് പോയി. പിന്നെ പുഷപ്പ് മത്സരവും ബാർ ഹോൾഡിങ്ങും ലേഡീസിന് വേണ്ടിയിട്ട് സിറ്റപ്പും അങ്ങനെ കുറേ മത്സരങ്ങൾ അവിടെ നടന്നു ഗൈസ്. സത്യത്തിൽ ഇതിൻ്റെ ഇടയിൽ ഓണപരമായ മത്സരങ്ങൾ നടത്താൻ പോയിട്ട് നമുക്ക് സമയം കിട്ടിയില്ല. ആകെ നടത്തി നമ്മൾ അപ്പങ്കടിയും സുന്ദരിക്ക് പുട്ടോടലാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപാടി ഒന്ന് എനർജി ആക്കാൻ വേണ്ടി പ്രവീൺ ചേട്ടനൊക്കെ പായസം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ നമ്മുടെ ചേച്ചിമാരെ കണ്ടോ, ഇവർ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് തിരുവാതിര പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട്. പാവങ്ങൾ, സമയം തീരെ കിട്ടിയില്ല. എങ്കിലും 10-20 മിനിറ്റ് കൊണ്ട് ഇവർ ഒരു അടിപൊളി തിരുവാതിര കളിച്ചു കേട്ടോ ഗൈസ്. കുറ്റം പറയരുതല്ലോ, തിരുവാതിര വെറുതെ അടിപൊളിയായിരുന്നു. നമ്മുടെ സുന്ദരി ദിനമോളാണ് കേട്ടോ. ദിനമോൾക്ക് പൊട്ടു തൊടാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം. ആളുടെ ഫോട്ടോ അവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചതോടുകൂടി ദിനമോൾക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും 2 പ്രാവശ്യം കറക്കിയാണ് പൊട്ടുവിടാൻ വിട്ടത്. പക്ഷെ എന്നെ മാത്രം ഒരു 3 പ്രാവശ്യം കറക്കി. അതെന്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനിടയിൽ ആങ്കറിങ് കൂടി ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവിടെ ആകെ കിളി പോയി പോലെ നടക്കേണ്ടിയിരുന്നു കേസ്. അടുത്തത് നമ്മുടെ ഒപ്പങ്കടി മത്സരം കേട്ടോ കേസ്. ഒപ്പങ്കടി മത്സരം വെറുതെ കോമഡി ആയിരുന്നു. ഇവരെന്താ കാണിക്കണം ഇവർക്കറിയില്ല, കണ്ടിരിക്കണം. നമുക്കാണെങ്കിൽ ചിരി വന്നിട്ട് വരുന്നു. അപ്പോൾ ഒക്കെ തെറിച്ചു പോണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം ഒരുവിധം അവസാനിപ്പിച്ചു. ഇനി എന്തായാലും സമ്മാനദാനമാണ്. സമ്മാനദാനത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ലിസ്റ്റിലില്ലാത്ത പ്രോഗ്രാംസ് ഒക്കെ എക്സ്ട്രാ കയറി വന്നുകൊണ്ട് ഈ സമ്മാനം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ പ്രവീൺ ചേട്ടൻ്റെ ഭാഗ്യം കൊണ്ട് സമ്മാനങ്ങളെല്ലാം എല്ലാവർക്കും തികഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാനും കണ്ട ചേട്ടന് ചെറുതായിട്ട് നമ്മുടെ മോനിക്കാറിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ലാസ്റ്റത്തെ ചടങ്ങ് സെൽഫി എടുക്കലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി സെൽഫിയും എടുത്ത് ബൈ പറഞ്ഞ ഓൺ സെലിബ്രേഷൻ അവസാനിപ്പിച്ചു കേസ്.